ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണയെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ വൈജ. അപ്പോൾ ബബിത അടുക്കളയിൽ കയറിയതിൻ്റെ പരാതി ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അലീന ചേച്ചിക്ക് തീരെ വയ്യ, ചെറിയ തലവേദനയും അതുപോലെ നല്ല പനിക്കോളൊക്കെ ഉണ്ട്, തീരെ വയ്യാതെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അതുകൊണ്ടാണ് ബബിത ചേച്ചി ഇപ്പോൾ അടുക്കളയിൽ കയറിയിരിക്കുന്നത്. അലീന ചേച്ചിക്ക് ചുക്ക് കാപ്പി ഇട്ട് കൊടുത്തതേ ഉള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞു. അവൾക്കത് എന്തിൻ്റെ കേടാ, അവൾക്ക് എക്സാം ഉള്ളതല്ലേ, പിന്നെ എന്തിനാ ഇപ്പോഴത്തെ അടുക്കളക്കാർക്ക് സഹായത്തിന് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇനി അവരുടെ കയ്യിൽ നിന്ന് പനി വല്ലതും പകർന്നാലോ, അവൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്ന വൈജ. അപ്പോൾ അങ്ങനെ പകരത്തൊന്നുമില്ല, ഇനി പകർത്താനാണെങ്കിൽ രോഹിയേട്ടൻ്റെ കയ്യിൽ നിന്ന് പണ്ടേക്ക് കിട്ടിയേനെന്ന് പറയാണ് കൃഷ്ണ. വൈജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അലീന ചേച്ചിക്ക് രോഹിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോഴേ കണക്കായിപ്പോയി. വല്ല മദർ തെരേസ കളിക്കുക അല്ലായിരുന്നോ? പണ്ടുള്ളവർ പറയാറുണ്ട്, വയ്യാത്ത പട്ടി കയ്യാല കയറരുതെന്ന്. അത് കേട്ടപ്പം അത് ശരിയാ, ആ പറഞ്ഞ മദർ തെരേസ ഉള്ളത് കൊണ്ടാ മോൻ വാ തുറന്ന് രണ്ടക്ഷരം പറയാനും രണ്ട് വാക്ക് മിണ്ടാനൊക്കെ തുടങ്ങിയെന്ന് പറയുമ്പം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും വാ മൂടിയങ്ങ് കഴിഞ്ഞേനെ. നിന്നെയൊക്കെ ഇതുപോലെ പൊട്ടിയാക്കാൻ പറ്റത്തുള്ളൂ, വൈജയന്തിയെ പറ്റത്തില്ല എന്നും പറഞ്ഞിങ്ങനെ പറയുമ്പം അതമ്മ പറഞ്ഞത് കറക്റ്റാ, അമ്മയെ പൊട്ടിയാക്കാൻ പറ്റത്തില്ല. അതിൽ നോ മോർ കമൻസ്. അപ്പം നീ കൂടുതലൊന്നും പറയാതെ നീ നിന്റെ കാര്യം നോക്ക് കൃഷ്ണേ. ചേടാ, ഞാനെല്ലാം മര്യാദയ്ക്ക് ഒതുങ്ങി ആ മുറിയിലേക്ക് പോയത്, എന്നിട്ട് വിളിച്ചു വരുത്തിട്ട് ഇപ്പം ഇങ്ങനെ പറയുന്നു, നീ നിന്റെ പാട് നോക്കി പോ കൊച്ചേന്നും പറഞ്ഞ് വൈജ. അപ്പം താങ്ക് യു എന്നും പറഞ്ഞ് കൊച്ച അവിടെ നിന്ന് അങ്ങ് പോയി. വൈജയ്ക്ക് ഇതൊന്നും അങ്ങ് ദഹിക്കുന്നില്ല. പോയ കൃഷ്ണ തിരിഞ്ഞിങ്ങനെ നിന്നു. അതൊക്കെ വരേണ്ടതായിരുന്നു, പണ്ടേ വരേണ്ടതായിരുന്നു, ഇനി നീയും കൂടെ പോയി പകർത്തിയേക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വൈജ പറയാ കേട്ടോ. അപ്പോഴത്തേക്കും കൃഷ്ണ ഇങ്ങനെ നോക്കുവാണേ. എന്നേലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളണം, പെറുപുറത്തോണ്ട് പോയേക്കരുതെന്ന് വൈജ മകളോട് പറയാ. ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് കൃഷ്ണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഒന്നും പറയാത്തതാണ് വൈജയുടെ പ്രശ്നം. വൈജ എന്നിട്ട് മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ദേ നമ്മുടെ രോഹി റൂമിലെല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെക്കുന്നു, പഠിക്കാനുള്ളതൊക്കെ എടുത്ത് വായിച്ചൊക്കെ നോക്കുന്നു. അപ്പോഴേക്കും ബബിത അങ്ങോട്ടേക്ക് കയറി വന്നു, ഡോറിൽ മുട്ടി കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ബബിത അകത്തേക്ക് കയറി വന്നപ്പം രോഹി ഇങ്ങനെ ബുക്കൊക്കെ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് അത്ഭുതം. ബബിത ഇങ്ങനെ നോക്കി നിൽക്കും അന്തം വിട്ട്. ആഹാ കൊള്ളാലോ, ഭയങ്കര ഒരു ചിരി. അപ്പം എന്നെ എത്ര കിണിക്കാൻ എന്ന് ചോദിക്കുമ്പം, പുതിയ കാഴ്ചകളൊക്കെ ഞാൻ ഞെട്ടാൻ വയ്യാത്തത് കൊണ്ട് ചിരിയാക്കി മാറ്റിയതാണെന്ന് പറഞ്ഞു. നിനക്കിന്ന് കോളേജിലൊന്നും പോവണ്ടേ? എന്തു പറയാനാ ഇപ്പം ഈ വരവ്, എന്നെ കളിയാക്കാനാണോ എന്ന് ഇങ്ങനെ രോഹി ചോദിക്കുമ്പം, വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? അതെ, എല്ലാ ചോദ്യത്തിനും മറുപടി പറയാം. 1, എനിക്ക് കോളേജിൽ പോകണം. 2, താങ്കളുടെ കെയർ അലീന ചേച്ചിക്ക് പനി വന്നു, അതുകൊണ്ട് എൻ്റെ കോളേജിൽ പോക്ക് ഒരു സംശയത്തിൽ ഇങ്ങനെ നിൽക്കുക. ബാക്കി ചോദ്യങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല എന്നിങ്ങനെ നമ്മുടെ ബബിത പറയുമ്പോഴത്തേക്കും രോഹി വേഗം ചാടി എഴുന്നേറ്റു. അതെന്നെ പെട്ടെന്നൊരു പനിയൊക്കെ വരാനായിട്ട്? ഞാനേ ഡോക്ടറല്ല. അല്ല, എൻ്റെ അലീന ചേച്ചി എന്ന് പറഞ്ഞതോ? എന്നിട്ട് നീ ആണല്ലോ ആദ്യം അലീന ചേച്ചി എന്ന് വിളി തുടങ്ങിയേ. അപ്പം അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല എന്ന് ബബിത പറയുക. പിന്നെയോ, എനിക്ക് കോളേജിലും കൃഷ്ണജയ്ക്ക് ഡാൻസ് ക്ലാസ്സിലും പോകണം. ഇത് രണ്ടും നടക്കണമെങ്കിൽ ഉത്തരവാദിത്തോടെ അലീന ചേച്ചി ആരെങ്കിലും നോക്കാം എന്ന് ഏറ്റെടുക്കണമെന്ന കാര്യം പറയുമ്പം, ഞാൻ കെയർ ചെയ്തോളാം, നിങ്ങൾ പോയിക്കോ, ഞാൻ നോക്കിക്കോളാവുന്ന രോഹിത്ത്. അങ്ങനെ എല്ലാം എടുത്ത സാധനങ്ങളെല്ലാം അവിടെ തന്നെ അടുക്കി വെച്ചിട്ട് രോഹിത്ത് പോകാൻ നോക്കുമ്പം, അതെടുത്തോ, വെറുതെ ഇരിക്കണ്ട, ഞങ്ങൾ വരുന്നത് വരെ ബോറടിക്കാതിരിക്കേണ്ടേന്ന് ചോദിച്ചു. നീ ഒന്ന് പോയടി, എൻ്റെ ബോറടി ഞാൻ സഹിച്ചു, നീ പൊടി എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ഇങ്ങനെ നേരെ അലീനയെ കാണാനായിട്ട് അവിടെ നിന്ന് പോകുന്നു. ബബിതയും കൂടെ ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ഇതേ നമ്മുടെ അലീന നല്ല മയക്കത്തിലാണ്. ചെന്നു ഇങ്ങനെ കഴുത്തേൽ തൊട്ട് നോക്കി, നെറ്റിയാലും തൊട്ട് നോക്കി, നല്ല ചൂടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ പനി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത, എന്നാൽ രോഹിയേട്ടനൊന്ന് നോക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ ടൈം പോകുമെന്നും പറഞ്ഞു ബബിത. അപ്പോൾ അലീന നല്ല മയക്കത്തിലായിരുന്നു. ഇങ്ങനെ ഇവരുടെ സംസാരം കേട്ട് അലീന പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും അടുത്ത് നിൽക്കുക. അപ്പോൾ ഉറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ ബബിത. ഞാനേ ഇറങ്ങിയേക്കുക, ഇനി ഞാനും കൃഷ്ണമോളും വരുന്നത് നോക്കാനായിട്ട് ഏറ്റവും ഉത്തരവാദിത്വ ബോധമുള്ള കെയർ ഉണ്ട് ഇവിടെ എന്ന് ബബിത പറയുന്നു. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുവാണേ. ദേ, ആ കാപ്പി കുടിപ്പിച്ചോളണം കേട്ടോ, ഇപ്പം എണീപ്പിച്ച് കുടിപ്പിച്ചാൽ അത്രയും നല്ലത്. അതൊക്കെ പറഞ്ഞ് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ലായിരിക്കുമെന്നും പറയുക നമ്മുടെ ബബിത. അപ്പോൾ കൃഷ്ണമോളാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അപ്പോൾ ഏത് കൃഷ്ണമോള്? ഇതെല്ലാം ഇനി എൻ്റെ തലയിലായിരിക്കുമല്ലോ എന്ന് നമ്മുടെ ബബിത പറയുക കേട്ടോ. നീയാ എന്ന് രോഹിത്ത് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയ ബബിത തിരിഞ്ഞ് നിന്നിട്ട്, ടാബ്ലറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഞാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ വരുന്നെങ്കിൽ അതൊന്ന് പറഞ്ഞേക്കണം കേട്ടോ എന്നും പറഞ്ഞിങ്ങനെ നമ്മുടെ ബബിത അവിടെ നിന്ന് അങ്ങ് പോയി. ബബിത അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അലീന ഇങ്ങനെ രോഹിത്തിനെ തന്നെ നോക്കി ഇങ്ങനെ കിടക്കുക കേട്ടോ. രോഹിത്ത് ഇങ്ങനെ ചേച്ചിയെ തന്നെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ചുക്ക് കാപ്പി എടുത്തതേ നമ്മുടെ അലീനയ്ക്ക് കുടിപ്പിക്കാൻ നോക്കും. അങ്ങനെ പതുക്കെ അലീനയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ
കുടിക്കാൻ പറഞ്ഞു കൊടുത്തു. ബബിത ഇട്ടതാ, എങ്ങനെയുണ്ടെന്ന് ദൈവം തമ്പുരാൻ അറിയാം എന്നൊക്കെ പറഞ്ഞപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ലതാണ് നമ്മുടെ അലീന പറയാ. എന്നിട്ട് അലീന അവിടെ ഇരുന്ന് ഇങ്ങനെ കുടിക്കുന്നു. അപ്പോൾ രോഹിത് ഇങ്ങനെ അടുത്ത് തന്നെ ഇരിക്കുക കേട്ടോ. കുടിച്ചോ, ഇനിയല്ലെങ്കിൽ അവളുടെ വായിൽ എന്തെങ്കിലും കേൾക്കേണ്ടി വരും എന്നിങ്ങനെ രോഹിത് പറയുന്നു. അലീന എന്നിട്ട് അവിടെ ഇരുന്ന് ആ ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന അലീനയോട് രോഹിത് പിന്നെ എൻ്റെ ഇനി അമ്മയും കൂടി ഉള്ളൂ അല്ലേ ഈ സ്നേഹത്തിന് മുന്നിൽ തോൽവി സമ്മതിക്കാൻ എന്ന് രോഹിത് ചോദിക്കപ്പോൾ അലീന ഇങ്ങനെ നോക്കുക. അപ്പോൾ രോഹിത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അമ്മ കൂടി ഓക്കെ ആയാൽ ഈ വീട്ടിലെല്ലാം ഓക്കെ ആകുമായിരിക്കും അല്ലേ എന്ന് രോഹിത് ഇങ്ങനെ ചോദിക്കുക കേട്ടോ അലീനയോട്. അപ്പോഴത്തേക്കും അലീനയ്ക്ക് ഭയങ്കര സങ്കടം. പനിച്ച് വരച്ചിരിക്കുന്ന ചേച്ചിയോട് അനിയൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. വേഗം കുടിക്കുക എന്നിട്ട് കിടക്ക് എന്നിങ്ങനെ രോഹിത് ഇങ്ങനെ അലീനയോട് പറയുക. അപ്പോൾ അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു. സങ്കടത്തോടെ അലീന അത് മുഴുവൻ കുടിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ അവിടെ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. പറഞ്ഞു തീർന്നില്ല. അതെ അങ്ങോട്ടേക്കൊരു ഡോക്ടർ വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഓടി ഇറങ്ങി ചെന്നു. അപ്പോൾ ബാലേട്ടനെ കണ്ടപ്പം ഇവിടെ തന്നെയല്ലേ കഴിഞ്ഞ ആഴ്ച സാറിൻ്റെ മകനെ പനിയായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നതെന്ന് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആശുപത്രി പോകാൻ മടിയാണെന്ന് തോന്നുന്നല്ലോ. അയ്യോ അവിടെ വന്നാൽ പിന്നെ ടെസ്റ്റുകളുടെ പൂരമായിരിക്കുമല്ലോ. ഇവിടെ ആകുമ്പോൾ കാര്യകാരണ സഹിതം വിവരങ്ങൾ അറിയാമല്ലോ. അപ്പോൾ അത് ഞങ്ങൾക്കൊട്ടൊരു കൊട്ടാണല്ലോ. അങ്ങനെയൊന്നുമല്ല ഡോക്ടർ, ഒരു ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അകത്തേക്ക് വരുമെന്നും പറഞ്ഞ് ഡോക്ടറെ വിളിച്ചുകൊണ്ട് ചെല്ലുന്നു. അപ്പോൾ രോഹിത് അലീനയുടെ അരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഡോക്ടർ വന്നു. അലീന ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. അലീനയെ പരിശോധിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇതൊക്കെ കണ്ട് അലീന ഇങ്ങനെ അന്തം വിട്ട് നോക്കും. അലീന അതുപോലെ ഇവർ കെയർ ചെയ്യുന്നു. അലീനയ്ക്ക് വിശ്വസിക്കാൻ പോലും വയ്യ. ഡോക്ടർ എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തു. അതിനുശേഷം ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അപ്പോഴത്തേക്കും ബബിതയും അതുപോലെ കൃഷ്ണയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നെ പനിയുടെ അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നു. അങ്ങനെ എല്ലാം നോക്കി ഡോക്ടർ കാര്യങ്ങളെല്ലാം ഇവരോട് പറയുവാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നോക്കി നിൽക്കുക കേട്ടോ എന്താണെന്ന് അറിയാനായിട്ടുള്ള ആ ഒരു ആകാംക്ഷയോടെ. ഹോസ്പിറ്റലിൽ പോകാൻ മടിയുള്ള സ്ഥിതിക്ക് തൽക്കാലം ഈ മരുന്ന് കൊടുത്താൽ മതിയാകുമെന്ന് പറഞ്ഞ് മരുന്നും എഴുതി കൊടുത്തു. റെസ്റ്റ് അത്യാവശ്യം, റെസ്റ്റ് ഇല്ലാതെ എന്ത് മരുന്ന് കഴിച്ചിട്ടും ഒരു കാര്യവും ഇല്ല എന്നും ഡോക്ടർ പറയാണ്. അപ്പം ഇത്രയും ആൾക്കാരൊക്കെ ഉള്ള സ്ഥിതിക്ക് മസ്റ്റായിട്ടും റെസ്റ്റ് എടുപ്പിച്ചോളണം കേട്ടോ എന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊണ്ട് വിടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ എന്നിട്ട് അലീനയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയും കൃഷ്ണയും കൂടി രോഹിത്തിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുക. ഭക്ഷണം അടുക്കളയിൽ ഇരിപ്പുണ്ട്, അതിവിടെ ഇരിപ്പുണ്ട്, മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഭക്ഷണം കൊടുത്താൽ മതിയെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ ഇങ്ങനെ പറയുക നമ്മുടെ ബബിത. അപ്പോൾ രോഹിയേട്ടാ അതുപോലെ ചൂടുവെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി കേട്ടോ. ശരി ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഇനി എന്തായാലും വൈകണ്ട, കൃഷ്ണമോളെയും കൊണ്ട് നീ പോയിക്കോളാൻ പറഞ്ഞു ബബിതയോട്. പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാനും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവരെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഇത്രയും ദിവസം തന്ന കെയറും സ്നേഹവും കരുതലും ഒക്കെ ഈ ഒരൊറ്റ തവണ കൊണ്ട് കൊടുത്തു തീർത്തേക്കണം കേട്ടോ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ബാലൻ ചിരിയും ചിരിച്ച് പിറകിൽ വന്ന് നിൽക്കുക. ഞാനിവിടെ ഹാർട്ട് അറ്റാക്കായിട്ട് കിടന്നപ്പോൾ എന്നെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ബാലൻ്റെ വക. അപ്പോൾ ഇവിടുന്ന് ഒരു കുഞ്ഞി പനിയും കൊണ്ട് കിടക്കുന്നൊരു VIP ട്രീറ്റ്മെൻറ്റ് കൊള്ളാം നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ ചിരിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ അലീന ഇങ്ങനെ നോക്കും അച്ഛനെ. ചുറ്റിനും പരിചരിക്കാൻ അത്ര പേരാ നിൽക്കുന്നേ. ബൈസ്റ്റാൻഡർമാരെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുമോ വീട്ടിൽ? അയ്യോ ഞാനില്ലേ, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് ബബിത. കൃഷ്ണേ നീ വരുന്നുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അവർ പോകാനായിട്ട് തുടങ്ങുക. ഞാൻ പോയിട്ട് വേഗം വരാട്ടോ എന്ന് കൃഷ്ണ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവർ യാത്ര പറഞ്ഞു പോകുമ്പം നമ്മുടെ അച്ഛനെ ടാറ്റയൊക്കെ കൊടുത്ത് കൃഷ്ണ അങ്ങ് പോയി. അതുപോലെ തന്നെ ബബിതയും പോണു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതുവരെ അദ്ദേഹം നീറി കഴിഞ്ഞതിനുള്ള ഒരു സമാധാനം കിട്ടി അദ്ദേഹത്തിന്. മക്കളിപ്പോൾ ഹാപ്പിയാണ്, മക്കൾക്കിപ്പോൾ സ്നേഹമാണ്. അങ്ങനെ സന്തോഷമായിട്ട് അദ്ദേഹം അവിടെ നിൽക്കുന്നു. ബബിതയും കൃഷ്ണയും അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ബാലൻ അകത്തേക്ക് കയറി വന്ന് അലീനയുടെ തലയിൽ ഇങ്ങനെ തൊട്ട് തലോടി റെസ്റ്റ് എടുത്തോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ അടുത്ത് നിൽക്കുന്ന രോഹിത്തിനോട് ഞാൻ കടയിലോട്ടൊന്ന് പോവുക, പിന്നെ തിരിച്ചു വരുന്നത് വരെ നീ മാനേജ് ചെയ്തോളൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിക്കോളാം അച്ഛാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു രോഹിത്ത്. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ബാലൻ പോയിട്ട് വരാൻ മോളെ എന്നും പറഞ്ഞ് അങ്ങ് പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് രോഹിത്ത് അലീനയോട് പറയുന്നു. അലീന ഇങ്ങനെ അനിയൻകുട്ടനെ നോക്കണു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ മനുവിനെ കേട്ടോ. അപ്പോൾ മനു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരിക, അങ്ങനെ എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളോ എന്തോ ജോലിയുടെ കാര്യങ്ങളോ ഒക്കെ. അങ്ങനെ സംസാരിച്ച് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം അലീനയുടെ നമ്പറിലേക്ക് എടുത്തു. തൊട്ടടുത്ത നിമിഷം ബാലനെ വിളിച്ചു. അപ്പോൾ ബാലനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഞങ്ങളെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്നാ വീട്ടിലേക്ക് തിരിച്ചു വരുന്നേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇനി അടുത്ത ആഴ്ച വരുന്നുള്ളൂ, എന്താ നിങ്ങളെ കാര്യമൊന്നും ചോദിച്ചേ. അപ്പോൾ കാര്യമൊന്നുമില്ല, നീ പിന്നെ വിളിച്ചാൽ മതി ഫ്രീ ആകുമ്പോൾ എന്ന് ബാലൻ പറഞ്ഞു. അങ്കിള് ചുമ്മാതെ എന്നെ വിളിക്കത്തില്ലെന്നൊക്കെ എനിക്കറിയാം, കാര്യം പറ അങ്കിളെ. അത് പിന്നെ വലിയ സീരിയസ് മാറ്റർ ഒന്നും അല്ലടാ.
ഇവിടെ ഒരാൾക്കൊരു ചെറിയ പനി, നിന്നെ ഒന്ന് അറിയിച്ചേക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, ഇനിയിപ്പോൾ പറഞ്ഞില്ല എന്നൊന്നും നാളെ പറയരുതല്ലോ. അപ്പോൾ ആർക്കും അങ്കിളെ വൈജാൻ്റിക്കാണോ എന്ന് ചോദിച്ചു. ബെസ്റ്റ്. എടാ, ഇവിടെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പനി വന്നിട്ട് ഇതുവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോടാ മനു ഞാൻ? എടാ മണ്ടൻ കൊണാപ്പാ, ചുമ്മാ അല്ലടാ അവള് നിന്നെ ഇട്ട് തട്ടണമെന്ന് പറയുമ്പം അലീനയ്ക്കാണോ അങ്കിളെന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്പോ ഭയങ്കര ബുദ്ധിമാനാ നീ, പനി അവൾക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞു. ഞാനെന്നാ അങ്ങോട്ട് വരും അങ്കിളെ, അത് പിന്നെ എറണാകുളത്ത് ഇപ്പോൾ അതിപ്പോൾ തന്നെ പോസ്റ്റ്പോൺ ചെയ്തല്ലോ ഞാനെന്ന് മനു പറയണു. എടാ ഞാൻ ഇന്നലെ വാട്സാപ്പിൽ നിനക്കൊരു മരുന്നിൻ്റെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, വരുമ്പോൾ അത് മേടിച്ചുകൊണ്ട് പോരെന്ന് പറഞ്ഞു. ഞാനോർത്ത് എന്നോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ച് പറഞ്ഞാണെന്ന്. മരുന്ന് ഡെലിവറിക്ക് വേണ്ടി വിളിച്ചായിരുന്നല്ലേ എന്ന് ചോദിച്ചേ. നീ വാ, ഞാൻ കടയിലോട്ട് ഇറങ്ങും, രോഹി ഉണ്ട് ഇവിടെ, അവളുടെ കെയർ ടേക്കറായിട്ട് ഇവിടെ. ഓക്കെ അങ്ങളെ എന്നും പറഞ്ഞ് നമ്മുടെ മനു ഫോണങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് രോഹിത്ത് അടുത്ത് തന്നെ ഇങ്ങനെ കാവലിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും മനുവിൻ്റെ കോള് രോഹിത്തിന് വന്നു. ഹലോ മനുവേട്ടാ, പറഞ്ഞോളാൻ പറഞ്ഞു. അലീന എവിടെ? പനി എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം അത് പനിയൊക്കെ ഉണ്ട്, പിന്നെ നല്ല ക്ഷീണം ഉണ്ടെന്നാണ് തോന്നണേ, നല്ല ഉറക്കമാണെന്ന് രോഹിത്ത് പറയാം. അല്ല മനുവേട്ടൻ എങ്ങനെ അറിഞ്ഞു അലീന ചേച്ചിക്ക് പനിയാണെന്ന്? കൃഷ്ണ വല്ലതും വിളിച്ചായിരുന്നോ? അങ്കിള് വിളിച്ച് പറഞ്ഞതാണെന്നും മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചായിരുന്നു, അത് മേടിക്കണമെന്നും പറയാം. അപ്പോൾ ഓക്കെ മനുവേട്ടാ, അപ്പോൾ ഹോസ്പിറ്റലിൽ പറ്റുമോ പോകണോടാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല മനുവേട്ടാ, ഡോക്ടർ ഒന്ന് കണ്ടിരുന്നേ, അവർ തന്ന പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കും അച്ഛൻ അയച്ചേക്കുന്നതെന്നും രോഹിത്ത് പറയാം. അപ്പം എന്നാൽ ശരിയടാ, ഞാൻ തന്നെ എത്താം, നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴും അലീനയ്ക്ക് നല്ല തലവേദന. അലീന പതൊക്കെ കണ്ണ് തുറന്നു. അപ്പം രോഹിത്ത് തൊട്ടരികിൽ ഇരിപ്പുണ്ട്. എന്നെ ചേച്ചി എന്തേലും വേണോ? അപ്പോൾ വെള്ളം വേണോ എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് വാതിലടച്ച് വെള്ളം എടുക്കാനായിട്ട് അങ്ങ് പോണു. തൊട്ടടുത്ത നിമിഷം നമ്മുടെ മനു വീട്ടിലെത്തിക്കഴിഞ്ഞു. കോളിംഗ് ബെൽ അടിച്ചു. രോഹിത്ത് ഒന്ന് വാതിൽ തുറന്നു. നോക്കുമ്പോൾ കൈ നിറയെ സാധനങ്ങളുമായിട്ടാണ് നമ്മുടെ മനു വരുന്നത്. അപ്പോൾ ഇതെന്താ എന്ന് ചോദിച്ചപ്പോൾ ഇത് മരുന്നുകളും കാര്യങ്ങളൊക്കെ, പ്രിസ്ക്രിപ്ഷനിലെ എല്ലാ മരുന്നുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്ന് എക്സ്ട്രാ വല്ലതും വാങ്ങിയോ? കാരണം ഇത്ര കൂടുതലാണല്ലോ എന്ന് രോഹിത്ത് പറയുമ്പോൾ പോടാ അലീന എവിടെയെന്ന് ചോദിച്ചു. കിടന്നുറങ്ങിക്കോണം, റെസ്റ്റ് എടുത്തോളണം എന്നുള്ള ബബിതയുടെ കർശന ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ബബിതയെ പേടിച്ചിട്ട് കട്ടിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ഇല്ല എന്ന് പറയാം. അപ്പോൾ അത് നല്ലതാ, ഒരാളെങ്കിലും പേടിയുണ്ടല്ലോ. എന്നെ വലിയ പേടിയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അവൾക്ക് നല്ല സ്നേഹമാണെങ്കിലും ഒരിച്ചിരി മുഷ്കത്തിയാണല്ലോ അതിൻ്റെയാ. എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രോഹിത്ത് വിളിച്ചുകൊണ്ട് പോവാൻ മനുവിനെ. അങ്ങനെ അകത്തേക്ക് കയറി ചെന്നു. നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ അതെന്താ മനുവേട്ടാ അങ്ങനെ ഒരു ചോദ്യം? അല്ല, നമ്മൾ അവസാനം കാണുമ്പോഴേ നീ ഒരു മുറിക്കകത്ത് മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി നിൻ്റെ ബെഡിൽ, അപ്പോൾ ഒരു എന്താണ് അതിന് പറയുക, അപ്പം ജീവനില്ലാത്തതുപോലെ അല്ലേ എന്ന് ചോദിക്കുക മനുവിനോട് രോഹിത്ത്. ജീവനും ജീവിതവും ഉണ്ടായിരുന്നില്ല എന്നും അലീന ചേച്ചി തിരിച്ചു പിടിച്ചുകൊണ്ട് തന്ന ജീവനാണ് എനിക്കിപ്പോൾ ഉള്ളതെന്നും ഇങ്ങനെ പറയുക. പിച്ച വെച്ച് തുടങ്ങിയതേ ഉള്ളൂ എന്നും ഇനിയും പാസ്സാവാനുണ്ട് കുറേയെന്നും മനുവിനോട് പറയാം. നീയും തുടങ്ങിയോടാ ഫിലോസഫി ക്ലാസ്സൊക്കെ. ഇടയ്ക്കൊരടിയൊക്കെ കിട്ടുന്നതേ നല്ലതാടാ. ആ ഒരു വീഴ്ചയാണ് നമ്മുടെ ഒരു ടേണിംഗ് പോയിൻ്റായി മാറുന്നതെന്ന് മനു അന്നേരം പറഞ്ഞു കൊടുക്കുക. ഹരിയും പഠിച്ച് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ മനു ഇങ്ങനെ പറയാം. അതും പറഞ്ഞു മനു അങ്ങ് അകത്തേക്ക് കയറാൻ നോക്കുമ്പോൾ രോഹിത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് സോറി മനു ഏട്ടാന്ന് പറഞ്ഞു. ശടാ വിട്ട് കളയടാ, നീ എനിക്ക് എൻ്റെ ഹരിയെപ്പോലെ തന്നെ അല്ലേ എന്ന് മനു രോഹിത്തിനോട് ചോദിക്കുക. അത് കേട്ടപ്പോൾ രോഹിത്തിനൊരു ആശ്വാസം, ഒരു സമാധാനം. ഇനി കണ്ണത്തരം കാണിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ വിട്ടുകള, നീ വാടാ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ രോഹിത്തിനെ കയ്യിൽ ചേർത്ത് പിടിച്ച് അലീനയെ കാണാനായിട്ട് മനു അങ്ങോട്ടേക്ക് ചെല്ലുക. അപ്പോൾ അലീന ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ മനുവേട്ടനെ കണ്ടപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ പതുക്കെ മനുവേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ നിനക്ക് എന്നാ പറ്റി? നീ ഒന്നങ്ങ് വീണു പോയോ? ഇത്രയും അവശതയൊക്കെ ആണല്ലോ എന്നൊക്കെ മനു ഇങ്ങനെ പറഞ്ഞപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്ന് പറയുക. രാവിലെ എഴുന്നേറ്റപ്പോൾ നേരിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു, മേലനക്കാൻ മേലായിരുന്നു, പെരുവിരൽ തൊട്ട് നിറുക വരെ അങ്ങ് വേദനയാ, അപ്പോൾ അനങ്ങാൻ മേല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലീന പറയുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രോഹിത്ത് അവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും മനു ഇങ്ങനെ വന്ന് ഒരു കസേര എടുത്ത് തൊട്ടരികിൽ ഇങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഈ വൈറൽ ഫീവർ ആകുമ്പോഴേ അങ്ങനെയാ, സകല സന്ധിബന്ധങ്ങൾക്കും വേദനയായിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതല്ലേ എന്ന് പറയാം. ശരീരം പഴുക്കാൻ വെച്ചിരിക്കുകയാണോ എന്ന് തോന്നിപ്പോവല്ലേ എന്ന് ചോദിക്കുമ്പം അതെ എന്ന് മനുവിനോട് അലീന. അപ്പോൾ മനു ഇങ്ങനെ തൊട്ട് നോക്കി. അപ്പോൾ കൊള്ളാം, 102 ഡിഗ്രി പനിയാണെന്ന് മനു പറയുമ്പം കറക്റ്റാ മനുവേട്ടാ,
അപ്പോൾ തെർമോമീറ്റർ വെച്ചൊക്കെ നോക്കിയായിരുന്നു എന്ന് അലീന പറയാം. അപ്പോൾ 2 ആഴ്ച പിടിക്കും കേട്ടോ. അയ്യോ അത്രയൊക്കെ വേണ്ടി വരുമോ? അത് ഉറപ്പുള്ള കാര്യമല്ലേ, ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചതല്ലേ. അപ്പോൾ ദേ ആ അച്ഛൻ വിളിച്ചു വരുത്തി ഡോക്ടറെ എന്നും പറഞ്ഞിങ്ങനെ അലീന പതുക്കെ എഴുന്നേക്കുക. അപ്പോൾ പിള്ളേരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചു. അവർക്ക് ക്ലാസ് ഉണ്ടല്ലോ. അപ്പോൾ 2 പേരും പോയി തുടങ്ങിയോ? ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എങ്ങനെയാ? നിന്നെ നോക്കാൻ ആരാ ഉള്ളേ എന്നൊക്കെ മനു ചോദിക്കുമ്പം എന്നെ നോക്കാനിപ്പോൾ 4 പേരാ ഉള്ളത്. അച്ഛൻ, രോഹിത്ത്, ബബിത, കൃഷ്ണമോള്. ആഹാ കൊള്ളാലോ, നീ കിടപ്പിലായപ്പോൾ എല്ലാവരുടെയും മനസ്സലിഞ്ഞോ എന്നിങ്ങനെ മനു ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ സ്നേഹം കൊടുത്താൽ തിരിച്ച് കിട്ടും മനു ഏട്ടാ എന്നിങ്ങനെ അലീന പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ മനു ഒന്ന് ചിരിച്ചു. കൊടുത്താൽ കിട്ടും എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ, പക്ഷേ കിട്ടുന്നില്ല എന്ന് മനു ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ അലീന ഒന്ന് ചിരിച്ചു. അതൊരു പരാതിയാണല്ലോ എന്നിങ്ങനെ അലീന പറയുമ്പം പരാതിയാവാം, പരിഭവമാകാം, ചിലപ്പോൾ അത് സങ്കടമാകാം, നിരാശയാകാം. ഏത് നിറം കൊടുത്താലും അതിന് സംഗതി ഒന്ന് തന്നെയാണേ എന്ന് മനു ഇങ്ങനെ അലീനയോട് പറയുമ്പോൾ അലീന ഇങ്ങനെ മനുവേട്ടനോട് ആരാ പറഞ്ഞേ എനിക്ക് സുഖമില്ല എന്നുള്ളത്? അത് കേട്ടപ്പം അറിഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ എറണാകുളത്തേക്ക് തിരിച്ചതായിരുന്നേ, അപ്പോഴാണ് കോള് വന്നത്. പിന്നെ എറണാകുളം യാത്ര ക്യാൻസൽ ചെയ്ത് നേരെ ഇങ്ങ് പോരുമായിരുന്നു എന്നും മനു പറഞ്ഞു. അപ്പം എന്നെ ഓർത്ത് വന്നതാണോ എന്ന് അലീന ചോദിച്ചപ്പം പിന്നെ അല്ലാതെ എനിക്ക് വേറെ ആരെ അടി കാണാനുള്ളേ? അപ്പം ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ലല്ലോ മനുവേട്ടാ, ബബിത പോലും ഇപ്പം എന്നോട് അലിവ് കാണിക്കുന്നുണ്ടെന്ന് അലീന പറയാം. പിന്നെ ഇവിടുത്തെ 3 കുട്ടികളെയും ഞാനിങ്ങ് എടുത്തു എന്നും അലീന മനുവിനോട് പറയുമ്പം രോഹിയെ ഒതുക്കി കിട്ടിയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരെയും കിട്ടിയെന്ന് അലീന പറയാം. പിന്നെ ഒരാളൊഴികെ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനു അതിനൊന്ന് പുഞ്ചിരിച്ചു. വൈജയന്തി മേഡം അല്ലേ എന്നും പറഞ്ഞ അലീന ഇങ്ങനെ ഒരു നിശ്വാസമൊക്കെ ഇട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും see you.